ഹംസ, ഏറനാട്ടുകാരുടെ സ്വന്തം ഹംസാക്ക. ആക്ഷേപഹാസ്യത്തിന്റെ പുഞ്ചിരിയിൽ ചാലിച്ച് എതിരാളികളെ നിശബ്ദരാക്കുന്ന സരസമായ പ്രസംഗശൈലി. കൂട്ടത്തിൽ മേമ്പൊടിക്കായി മാപ്പിളപ്പാട്ടിന്റെ ഈരടികളും. അഭിഭാഷക വൃത്തിക്ക് പുറമെ മന്ത്രി, MP, വഖഫ് ബോർഡ് ചെയർമാൻ തുടങ്ങി രാഷ്ട്രീയ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഏറനാടൻ കയ്യൊപ്പ് ചാർത്തിയ CPIM-ന്റെ മുതിർന്ന നേതാവ് സഖാവ് TK ഹംസ പങ്കുവയ്ക്കുന്നു ഇവിടം വരെയുള്ള ജീവിതയാത്ര. മലബാർ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വല്ലാത്ത രസകരമായ ചരിത്രമാണ്. മലബാറിലെ ഭൂരിപക്ഷം വരുന്ന മാപ്പിളമാരും കൃഷിക്കാരായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ വക്കൽ നിന്ന് ബ്രിട്ടീഷുകാർ മലബാറിൻ്റെ ഭരണം ഏറ്റെടുത്തത് മുതൽ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായത്. ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വരാൻ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താനും ഇവിടുത്തെ ജമ്മി മുതലാളിത്ത രാജാക്കന്മാർ ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നപ്പോൾ ജമ്മി മുതലാളിത്തം കൃഷിക്കാരനെ അടിച്ചമർത്താനും ചൂഷണം ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം ജമ്മി മുതലാളിമാരും തമ്മിലുള്ള കർഷകർക്കും കൃഷിക്കാരനും തൊഴിലാളിക്കുമുള്ള ആ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്ന ഒരു കാലത്താണ് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. അന്ന് ബ്രിട്ടനെതിരായിട്ട് ജർമ്മനിയുടെ കൂടെ പ്രവർത്തിച്ചതാണ് മുസ്ലിം ഖിലാഫത്ത്. ലോകത്തിലെ ആകെയുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ഏകീകരിച്ച ഭരണത്തിൻ്റെ പേരാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്ത് ജർമ്മനിയുടെ കൂടെ നിന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർ ജയിച്ചപ്പോൾ ഈ ഖിലാഫത്ത് അവർ പിടിച്ചെടുത്തു രാജ്യം. അങ്ങനെ അറബ് രാജ്യങ്ങളെ മുഴുവൻ ഒറ്റ രാജ്യം എന്നുള്ള നില വിട്ട് ഖണ്ഡമാക്കി കൊടുത്ത് വിഭജിച്ച് ബ്രിട്ടൻ അടിച്ചമർത്തി. ഈ വിരോധം അവിടെ നിലനിൽക്കുന്നുണ്ട് ലോക മുസ്ലിമീങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട്. ആ സമയത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്നത്. അപ്പോൾ ആ സമരം ഇതിനോട് ബന്ധപ്പെടുത്തിയാൽ മലബാറിലെ മാപ്പിളമാരും ഈ സമരത്തിൽ ആവേശത്തിൽ കൂടുമല്ലോ. അങ്ങനെ മഹാത്മാഗാന്ധിയുടെയും മൗലാന ആസാദിൻ്റെയൊക്കെ തീരുമാനപ്രകാരം ആ ലോക ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ സമരം, ഖിലാഫത്ത് തിരിച്ചു തരണം എന്നുള്ള സമരം ഉണ്ടല്ലോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും കോഴിക്കോട്ട് വന്നാണ് ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ആ ഖിലാഫത്ത് കമ്മിറ്റി സമരം അങ്ങോട്ട് ഏറ്റെടുത്തപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരം മാപ്പിളമാർ സമരം ഏറ്റെടുത്തപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിപ്പോയി. കോൺഗ്രസ് പറഞ്ഞിടത്തും നിൽക്കാതായി. അങ്ങനെ ആ സമരം പല വഴിക്കും ശക്തിപ്പെട്ട് ബഹളമായി, ബ്രിട്ടീഷുകാരുടെ യുദ്ധമായി. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, കുറേ ആളുകളെ പിടിച്ചു, കുറേ ആൾ ഇതിൽ നിന്ന് അവസരം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വഴിക്കും ചിലർ പോയി. ഇതെല്ലാം കൂടി കൂടിയതാണ് മലബാറിലെ സ്വാതന്ത്ര്യം. യഥാർത്ഥത്തിൽ സമരം ജമ്മിത്വത്തോടും സാമ്രാജ്യത്വത്തോടുമുള്ള സമരം തന്നെയായിരുന്നു. ഈ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണാധികാരിയായിരുന്ന ഒരു സാഹിബ് ഉണ്ടായിരുന്നു ഇവിടെ, ഇച്ചിക്കോക്ക് സാഹിബ്, മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നു. അദ്ദേഹം ഒരുപാട് ആളുകളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അവസാനം അയാളെ വളഞ്ഞു വെച്ച് മാപ്പിളാർ കൊന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശവകുടീരം ഈ വെള്ളാമ്പറം മോങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കി, അവിടെ കുടിവെച്ചു. ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1944 പൊളിക്കാൻ സമരക്കാർ, കോൺഗ്രസ്സുകാർ, ഇടതുപക്ഷക്കാരെ എല്ലാം കൂടി തീരുമാനിച്ചു. ആ തീരുമാനിച്ചവർ ഒരു ജാഥയായിട്ട് കുണ്ടോട്ടിയിൽ നിന്ന് വന്നു. ആ ജാഥയുടെ മുമ്പിൽ അന്ന് പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. ഇടതുപക്ഷ ചിന്താഗതിക്കാരനും ഈ സമരത്തിന് മുൻപന്തിയിലുള്ള ആളുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം എഴുതിയ ആ പാട്ട് ഇങ്ങനെ കേട്ടാൽ മനസ്സിലാവും എന്താണ് 1921 സമരം. ചിലത് വർഗീയ സംഘടന എന്ന് പറയും, ചിലർ മുതൽ പിടിച്ചെടുക്കാൻ, അതൊന്നുമല്ല. അന്നിരുപത്തൊന്നിൽ നമ്മൾ ഈ മലയാളത്തിൽ ഒന്ന് ചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടിൽ ഏറനാട്ടിൻ ധീരമക്കൾ ചോര ചിന്തിയ നാടിതിൽ
ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാടിതിൽ. അപ്പം എന്തിനാണ് തമ്പറന്ന് മനസ്സിലായില്ലേ? വാരിയം കുന്നത്ത് വീര കുഞ്ഞഹമ്മദാജിയും വാശിമൂത്തെ മൂപ്പരുടെ കൂടെ കൂട്ടമായിടും. കോഴി കൊത്തും പോലെ അന്ന് ബാപ്പമാർ ഏളാപ്പമാർ, കോഴിക്കോട്ടിനപ്പുറം പോരൂതിയ മൂത്താപ്പമാർ. ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന് ഗോവിന്ദൻ നായർ പറയുന്നത് കേൾക്കണോ? നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതുയേറ്റ് മുട്ടുവാൻ. പിന്നെ രണ്ടാമത്തത്, നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതുയേറ്റ് മുട്ടുവാൻ. അവസാനത്തെ വരി ഗോവിന്ദൻ നായർ പറയാണ്, രാജ്യസ്നേഹം വീറ് കൊണ്ട് മക്കളുണ്ട് ഈ നാട്ടിൽ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോട്ടവർ ഇംഗ്ലണ്ടിൽ. ഇതാ 1921 സമരത്തിൻ്റെ ശരിയായ സ്വഭാവം വ്യക്തമാക്കാം. പിന്നെ ഏത് നല്ല കാര്യം നടക്കുമ്പോഴും ചില തെറ്റുകളൊക്കെ സംഭവിക്കുമല്ലോ. നല്ല കല്യാണത്തിലും ചില പോക്കറ്റടിക്കാർ കയറിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത് പൊതുവെ അതിൻ്റെ ലക്ഷ്യവും നടപടിയും ക്രമവും ഇതാണ്. വേറെ ആരെയും മതപരമായി ഉപദ്രവിക്കാനോ വർഗീയ കലാപുണ്ടാക്കാനോ ആയിരുന്നില്ല. ജമ്മിമാരോടും ബ്രിട്ടീഷുകാരോടും എതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അത്. ഇങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ പ്രവർത്തിച്ച് വരുന്ന കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. കോൺഗ്രസ്സിൽ ഒരു പിളർപ്പ് വന്നു. ഇന്ദിരാഗാന്ധി വേറെയും കാമരാജ് കൂട്ടരൊക്കെ വേറെയായിട്ടുള്ള ആ പിളർപ്പ് കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന കോൺഗ്രസ്സുകാരാണ് ഞങ്ങളൊക്കെ. ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, ആര്യാട് മുഹമ്മദ് ഇവരൊക്കെ മറ്റേ ഭാഗത്തു നിന്നു. അങ്ങനെ ജില്ലാ പ്രസിഡൻ്റായി ഞാൻ ഇവിടെ നിയോഗിക്കപ്പെട്ടു. ഏതിൻ്റെ? കോൺഗ്രസ് ഐയുടെ ഇന്ദിരാഗാന്ധിയുടെ ഭരണം. അപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയായി പാസ്സാക്കി, ഭരണഘടന സസ്പെൻഡ് ചെയ്തു, പ്രത്യേക അധികാരം ഏറ്റെടുത്തു, ഒരു ഏകാധിപത്യ ഭരണമായി. അതിൻ്റെ ഏകാധിപത്യ ഭരണം എന്നാൽ അതിൻ്റെ തണലിൽ പല രാജ്യദ്രോഹികളും ഉണ്ടാവുമല്ലോ, പല തെറ്റുകളും പല അക്രമങ്ങളും അതിൽ നടന്നതും ശരി തന്നെയാണ്. അങ്ങനെ ആ കാലത്താണ് ഞാൻ അടിയന്തരാവസ്ഥയുടെ ആ ഭരണം നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന ആൾ. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടല്ല, കാലം അതായിരുന്നു. അവസാനം ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. അതോടുകൂടി ഞാനും മടുത്തു. കുറേ കഴിഞ്ഞ് അപ്പോഴാണ് അത് 81, 82 കാലത്താണ്. 80-ലാണ് ഇന്ദിരാഗാന്ധി പോയത്. 81-ൽ ഇന്ദിരാഗാന്ധി ജനങ്ങളോട് മാപ്പ് ചോദിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് തെറ്റായിപ്പോയി, ഞാൻ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു, മരിക്കുന്നത് വരെ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. ആ പ്രഖ്യാപനത്തോടു കൂടി ആളുകൾക്ക് പുനർചിന്തനമുണ്ടായി എന്നാണ് തോന്നിയത്. ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. 81-ൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി വീണ്ടും. അത് കഴിഞ്ഞ് വരുന്ന പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 82-ൽ, അതിലാണ് ഞാൻ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്ത് പോകുന്നത്. മനസ്സിലായോ? ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കാലത്ത് 80-ൽ ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി നിലമ്പൂർ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് വേണ്ടി പ്രസംഗിച്ച ഇന്ദിരാഗാന്ധി 82-ൽ എനിക്ക് എതിരായിട്ടും വന്നു നിലമ്പൂർ. പക്ഷേ ഒരു വാക്കും എതിര് പറഞ്ഞില്ല, എൻ്റെ പേരെടുത്ത് ഉച്ചരിച്ചതുമില്ല. ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്, വെൻ ഐ കെയിം ഹിയർ ഐ അണ്ടർസ്റ്റാൻഡ് വൺ ഓഫ് മൈ കൊളീഗ്സ് കണ്ടസ്റ്റിംഗ് ഓൺ ദ അതർ സൈഡ്, ഐ ഡു റിഗ്രറ്റ്. ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ നഷ്ടപ്പെട്ടതിലും ദുഃഖാവാം, എതിർത്തതിലും ദുഃഖാവാം എന്ന് പറഞ്ഞ് നിർത്തി, വേറൊന്നും പറഞ്ഞില്ല. അതുകൂടി ഞാൻ മുതലെടുത്തപ്പോഴാണ് ജയിച്ചത് ശരിക്ക്. അപ്പോൾ അടിയന്തരാവസ്ഥ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. തെറ്റായ ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കാനാണ് വന്നത്. പക്ഷേ ഫലത്തിൽ അത് വഴിവെളിച്ചു പോയി, ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഇതെല്ലാം കൂടി അനുഭവിച്ചു. ആ ജനങ്ങൾ ശിക്ഷിച്ചു, പുറത്താക്കി, മാപ്പ് പറഞ്ഞപ്പോൾ തിരിച്ച് കൊണ്ടുവന്നു. ഇതാണ് അടിയന്തരാവസ്ഥയുടെ ചരിത്രം. പ്രസംഗം വായനയാണ് എൻ്റെ പ്രധാനം. പ്രസംഗിക്കലായിരുന്നു കുട്ടി. 13 വയസ്സ് മുതൽ ഇന്നലെയും കൂടി പ്രസംഗിച്ചിട്ടുണ്ട്. എഴുതാൻ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറേ ആദ്യം ആകാമായിരുന്നു.
അവസാനം ഞാൻ ഒരു ചെറിയ പുസ്തകം എഴുതി. മാപ്പിളപ്പാട്ടിൻ്റെ മാധുര്യം എന്നാണ് അതിൻ്റെ പേര്. അത് ജനങ്ങളിൽ വലിയ ഇഷ്ടമായി. മാപ്പിള സമുദായത്തിൽ ഈ പാട്ടിൻ്റെ എന്താണ് മാപ്പിളപ്പാട്ട്, ആരാണ് മാപ്പിള, ഇതെങ്ങനെയുണ്ട്, എല്ലാ മുസ്ലിമീങ്ങളും മാപ്പിളയല്ല, മാപ്പിളാരെല്ലാം മുസ്ലിമീങ്ങളാണ്. വടക്കേ ഇന്ത്യയിലെ മുസൽമാൻ മാപ്പിളയല്ല. അതിന് വേറൊരു ചരിത്രം ഉണ്ട്, അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. മാപ്പിളമാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ സ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വത്തിനും വേണ്ടി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തതാണ്. അവരാണ് മാപ്പിളമാർ. അവർ കേരളക്കാരാണ്, ഇന്ത്യക്കാരാണ്. വടക്കേ ഇന്ത്യയിൽ മുഴുവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തുർക്കിയിൽ നിന്നും മംഗോളിയയിൽ നിന്നും കടന്നു വന്നവരാണ്. ഇവിടെ കടന്നു വന്നവരല്ല, ഇവിടുത്തെ പിന്നോക്ക സമുദായത്തിലെ ജനങ്ങൾ ഒന്നായിട്ട് ഇസ്ലാമായതാണ്. അതാണ് ഈ മാപ്പിള, അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അവരുടെ പഴയ സംസ്കാരവും പാരമ്പര്യമൊക്കെ ഈ പാട്ടിൽ കടന്നു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എനിക്കറിയുന്നത് കൊണ്ട് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാടോടി പാട്ടിൻ്റെ അറബി ടച്ചോട് കൂടിയുള്ള പുതിയ ഒരു സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്തത്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാ. മാപ്പിളപ്പാട്ടിലെ ഈ പഴയ നാടൻ പാട്ട് ഉണ്ടല്ലോ, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ, അതെന്നെ മാപ്പിളപ്പാട്ടിൽ വന്നേ. പൂമാകളാണ് ഹുസൈനുൽ ജമാൽ പുന്നാരത്താളം നിഗന്ധ ബീവി. അപ്പോൾ ഈ മാവേലി നാടുവാണ് ആ പാട്ടിൻ്റെ രീതി, ട്യൂണ്, വാചക സമീപനം അത് തന്നെയാണ് മാപ്പിളപ്പാട്ടിൽ വന്നതെന്ന് മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണത്. അങ്ങനെ ഒരു പാടുണ്ട്. ഈവൻ കായലരികത്ത് വരെ, കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി, ഇതാണല്ലോ പാട്ട്. ആ പാട്ടിൻ്റെ ഒറിജിനൽ രീതി, പാക്കനാരുടെ വംശലേശമതിൽ പിറന്നവനേഷ ഞാൻ. പാക്കനാർ പാട്ടാണ്. പാക്കനാർ പാട്ട് എന്ന് പറഞ്ഞാൽ പുലയർ പാട്ട്, പുലവന്മാരുടെ. ആ പാട്ടിൽ നിന്നാണ് ഈ കായലരികത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മലബാറിലെ മാപ്പിളമാർ ഒരു പ്രത്യേക സമൂഹമാണല്ലോ. ഇതിലാണ് നമ്മൾ അതിൽ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ വിശദീകരിച്ചു കൊണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ലളിതമായ ഭാഷ, നേരെയുള്ള അവതരണം, വസ്തുതാപരമായിട്ടുള്ള വ്യാഖ്യാനം, ഇതെല്ലാമാണ് മാപ്പിളപ്പാട്ട് എന്ന പുസ്തകം എഴുതി. അതിനുശേഷം പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ വേറൊരു പുസ്തകം കൂടി എഴുതി. അപ്പോൾ എഴുതാനുള്ളൊരു കമ്പം വന്നു. അത് ഇസ്നുൽ ജമാൽ ബദറുൽ മുനീർ എന്ന ഒരു കാവ്യമുണ്ട്. അതൊരു പ്രേമകാവ്യമാണ്. അതിനെ ഈ കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചു. അതായത് രമണനൊക്കെ ഉണ്ടല്ലോ കഥാപ്രസംഗം, ആ രൂപത്തിൽ ഇതിനെ അവതരിപ്പിച്ചു ഞാൻ. അപ്പോൾ അതും അപ്രീഷിയേറ്റ് ചെയ്തു ആളുകൾ. അപ്പോഴാണ് ഇപ്പോൾ എഴുത്തിന് കമ്പം വന്നത്. അപ്പം ഞാൻ എൻ്റെ ആത്മകഥ എഴുതാൻ തുടങ്ങി. ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റായി എന്നാണ് അതിൻ്റെ പേര്. 400 പേജുണ്ട്. അത് ഇവിടെ നിന്ന് പബ്ലിഷ് ചെയ്തത് ദേശാഭിമാനിയിൽ ഖണ്ഡഷായി എഴുതി കൊണ്ടുവന്നു ആഴ്ചപ്പതിപ്പിൽ. വീക്കിലിയിൽ ഓരോ ആഴ്ചയിലും എഴുതി 35 അധ്യായം പൂർത്തിയായപ്പോൾ അത് ദേശാഭിമാനിക്കാർ ചിന്ത പബ്ലിക്കേഷന് കൊടുത്തു. അവർ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റായി, ജനിച്ചത് മുതൽ ഇന്നലെ വരെയുള്ള ചരിത്രം വ്യക്തമായിട്ട് ശരിക്കും ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. സംഭവങ്ങളായിട്ട്. പിന്നെ അതിന് ശേഷം എഴുതാൻ വലിയ മടിയാണ്. പിന്നെ എഴുതിയിട്ടില്ല. എഴുതണമെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴുണ്ട്. അതിന് മെനക്കെട്ട് ഇരിക്കണ്ടേ. വായിക്കും, പഠിക്കും, ഓർക്കും, പറയും. ഓരോ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഏതാണ് അവിടുത്തെ വിഷയം വെച്ചാൽ അതനുസരിച്ച് സംസാരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇപ്പോഴും ആ ഒരു ജീവിതത്തിൽ സന്തോഷവാനായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വായിക്കാൻ കൗതുകം തോന്നിയിട്ടുള്ളത് ചരിത്രമാണ്. ഞാൻ ഒറിജിനലായിട്ടൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. ഡിഗ്രി എടുത്തതും ചരിത്രത്തിലാണ്. അപ്പോൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മതവും സംസ്കാരവും ഇതെല്ലാം വല്ലാത്തൊരു രസമാണ് എനിക്ക് വായിക്കാൻ. അതിൽപ്പെട്ട ചില പുസ്തകങ്ങളാണ് 1 രാമായണം, 2 മഹാഭാരതം. മഹാഭാരതത്തിൽ ഈ മഹാഭാരത യുദ്ധം, ആ യുദ്ധത്തിൽ ഗീത ഉപദേശിക്കുന്നത്, അതിൽ ശ്രീകൃഷ്ണൻ്റെ പങ്ക്, ഇതെല്ലാം ചരിത്രവും രാഷ്ട്രീയവും മത സൽക്കർമ്മ ബോധവും എല്ലാം ഇതിലുണ്ടല്ലോ.
അത് തന്നെ രാമായണത്തിൽ ശ്രീലങ്കയിലെ രാജകുമാരനും അയാളുടെ ഭർത്താവ് നഷ്ടപ്പെട്ട പെങ്ങളും കൂടി കേരളത്തിലേക്ക് വരികയാണ് രാമനെ കാണാൻ. പെങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ശൂർപ്പണഖയ്ക്ക്. ശൂർപ്പണഖയ്ക്കുള്ള ഉദ്ദേശം രാമനെ കയ്യിലെടുക്കലാണ്. രാവണൻ്റെ ഉദ്ദേശം സീതയെ കട്ടുകൊണ്ടുപോകലാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് രാവണനും ശൂർപ്പണഖയും വരുന്നത്. അവരിവിടെ വന്ന് രാമനെ കണ്ട് വലിയ ആവേശമായി ശൂർപ്പണഖയും രാവണനും വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ മെല്ലെ സീതനെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ സാഹിത്യമുണ്ട്, അതിൽ കലയുണ്ട്, കഥയുണ്ട്, ചരിത്രമുണ്ട്. ഇതൊക്കെയാണ് വായിക്കാൻ നല്ല രസം. അപ്പോൾ അതുപോലെ തന്നെയാണ് നബിയുടെ ചരിത്രം. മതപരമായ ഒരു സംസ്ഥാപനത്തിൻ്റെ ലക്ഷ്യമുണ്ടെങ്കിലും ചരിത്രപരമായ സംഭവങ്ങളിലൂടെയാണത് കടന്നു പോകുന്നത്. 23 കൊല്ലത്തെ സംഭവബഹുലമായ ചരിത്രം. ആ ചരിത്രത്തിൻ്റെ പര്യവസാനം പരമ്പരാഗതമായ യാഥാസ്ഥിക ചൂഷവർഗത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചു. അന്ധവിശ്വാസവും അനാചാരങ്ങളും അവസാനിപ്പിച്ച് ഒരു പുതിയ ഭരണവും ലോകവും കെട്ടിപ്പടുത്തു. 10 കൊല്ലം ഭരിച്ചു മുഹമ്മദ് നബി മരിച്ചുപോയി. അതിൽ മതത്തിൻ്റെ ചില പരിഷ്കരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. അന്ധവിശ്വാസം പാടില്ല, 100 ദൈവങ്ങളും കല്ലുകളും വെച്ച് പൂജിക്കേണ്ട ഒരാവശ്യമല്ല, ദൈവം ഒന്നേ ഉള്ളൂ, എല്ലാവരും ഒന്നേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ അവരൊക്കെ അതിന് പല രൂപങ്ങളുണ്ടാക്കി പൂജ ഉണ്ടാകും, അത് വേണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ്. അങ്ങനെ മനുഷ്യനെ പരിഷ്കരിപ്പിക്കുന്ന ഒരു വിശ്വാസം, ഏകദൈവ വിശ്വാസം. സൽക്കർമ്മ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതിൽ മുഹമ്മദ് ചെയ്ത ആദ്യത്തെ പ്രവർത്തനം അടിമ വ്യവസായം അവസാനിപ്പിക്കലായിരുന്നു. പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്തും അവസാനിച്ചിട്ടില്ലെങ്കിലും ശക്തമായ പോരാട്ടം നടത്തി. ആഫ്രിക്കയിൽ നിന്ന് നിഗ്രറ്റൻസ് വർഗത്തെ കൊണ്ടുവന്ന് അറബികൾ അടിച്ചമർത്തി നീഗ്രോകളെ അടിമകളാക്കി വെച്ചിരുന്നു. അവരെയൊക്കെ മനുഷ്യരാക്കി പള്ളിയിലും ഇതിലൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് മുഹമ്മദാണ്. അതുപോലെ പാവപ്പെട്ടവൻ അധ്വാനം ചൂഷണം ചെയ്ത് ജമ്മിമാർ, മുതലാളിമാർ, പണക്കാരെടുക്കുക, ആ സമ്പ്രദായം അവസാനിപ്പിച്ചു. ചൂഷണം ഇല്ലാത്ത പലിശ വാങ്ങാൻ, അതാണ് പലിശയായിരുന്നു വലിയ അന്നത്തെ ബിസിനസ്. അതാണ് ഇസ്ലാം പലിശക്കെതിരായിരുന്നു പറഞ്ഞത്. ആ പലിശ അന്ന് പേരിൽ പാവപ്പെട്ടവൻ്റെ അധ്വാനം ചൂഷണം ചെയ്യുക, അതൊക്കെ അവസാനിപ്പിച്ചു. നല്ലൊരു രാജ്യം, നല്ലൊരു സമുദായം, ഇതൊക്കെ വായിക്കലാണ് നമ്മളുടെ പ്രവർത്തനം. അതിൽപ്പെട്ട പല സംഗതികളും ഇന്നും നമ്മളിവിടെ സ്വീകരിച്ചു വരുന്നുണ്ട്. ഈ ഭൂമിയും സമ്പത്തും മനുഷ്യർക്കുള്ളതാണ് എന്ന് മുഹമ്മദാണ് ആദ്യം പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ EMS നടപ്പാക്കിയത്. കൃഷിഭൂമി കൃഷിക്കാരൻ്റെതാണെന്ന് പറഞ്ഞു. തൊഴിലാളിയുടെ അധ്വാനം കൊണ്ടാണ് സമ്പത്തുണ്ടാകുന്നതെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിൽ തന്നെ ഉണ്ട്. അൽ കസബു ഖീമത്തുൽ അമൽ, അധ്വാനത്തിൻ്റെ വിലയാണ് സമ്പത്ത്. അത് തന്നെയാണ് ഇടതുപക്ഷക്കാരനും പറയുന്നത്. തൊഴിലാളിയാണ് അധ്വാനിക്കുന്നത്, ഓനാണ് സമ്പത്ത് ഉണ്ടാക്കണേ, ഓനിത് വിട്ടുകൊടുക്കണം. അപ്പോൾ ആ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ പല പാർട്ടികളും ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ, പക്ഷെ പൂർണ്ണമായി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്. 3 അളിമാറ നിറയെ എൻ്റെ ഓഫീസിൽ പുസ്തകമുണ്ട്. അത് മാറി 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 ഞാൻ വായിച്ചു കൊണ്ടിരിക്കും. പിന്നെ എഴുതുന്നവരും ചിന്തിക്കുന്നവരും ഒരു വഴിക്ക് അങ്ങനെ പോകും, മറ്റോ ഈ വഴിക്ക് മറുപടി പറയും. അത് രണ്ടുള്ള താരതമ്യ പഠനങ്ങളും ഇതൊക്കെ ഞാൻ നടത്തി നോക്കുന്നുണ്ട്. അതൊക്കെ രസമാണ്. നമ്മളെ ഹോബി വായനയാണ്. മഞ്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനം ആ ബൈപ്പാസ് റോഡുകളാണ്. അത് ഞാനാണ് തുടങ്ങി വെച്ചത്. മഞ്ചേരിക്ക് ഇങ്ങനെ വണ്ടൂർ നിലമ്പൂർക്ക് ഒരു റോഡ്, മലപ്പുറത്തേക്ക് ഇങ്ങോട്ട്, പാണ്ടിക്കാട്ടേക്ക് അങ്ങോട്ട്, കോഴിക്കോട്ടേക്ക് ഇങ്ങോട്ട്, ഇതാണുള്ള മഞ്ചേരി. അവിടെ 4 വട്ടത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് ബൈപ്പാസ് വന്നു കണ്ടില്ല നിങ്ങൾ. എന്നിട്ടും ട്രാഫിക് രക്ഷപ്പെട്ടിട്ടില്ല, ഇപ്പോഴും കുഴപ്പത്തിലാണ്. അതായിരുന്നു വലിയ ഒരു സംഭവം വികസനത്തിൽ. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലയിലായിപ്പോൾ. മഞ്ചേരിയിലെ ഏറ്റവും പുരാതനപ്പെട്ട സ്കൂളാണ് മഞ്ചേരി ഹൈസ്കൂള്. അവിടെ കുട്ടികൾ പോകാതെയായിരുന്നു. കാരണം ഗവൺമെൻറ് ഹൈസ്കൂളുകൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാതെ മോശമായി. അത് പിണറായി വന്നതിന് ശേഷം ശ്രദ്ധിച്ചു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉന്നത നിലവാരത്തിലെത്തിച്ചു. ഇപ്പോൾ അവിടെ സീറ്റ് കിട്ടാൻ കഷ്ടപ്പെടുകയാണ് ആളുകൾ. അപ്പോൾ അത് നല്ല സ്കൂളായി UP സ്കൂളുകളൊക്കെ ആക്കി. ഞാൻ MP ആയിരിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ
ഒക്കെ 10 ലക്ഷം ഉറുപ്പ്യ വീതം MP ഫണ്ടിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. മുള്ളമ്പാറ LP സ്കൂളില്ലേ, അതിന് മുമ്പിൽ കാണാൻ TK ഹംസ MP ഇവിടെ 10 ലക്ഷം കൊടുത്ത കെട്ടിയിട്ട്. അതിപ്പോൾ എൻ്റെ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ചേർന്ന് കൊടുത്താണ്. അതുപോലെ വാഴപ്പാറപ്പാട സ്കൂളിൽ കൊടുത്തു, മുള്ളമ്പാറ സ്കൂളിൽ കൊടുത്ത്, പിന്നെ കോഴിക്കോട് റോട്ടിലൊരു സ്കൂളുണ്ട്, അവിടെ എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇതൊക്കെയാണ് മഞ്ചേരിയുടെ വികസനത്തിൽ. പിന്നെ ടൗൺ ഹാൾ ഉണ്ടാക്കി, മറ്റുണ്ടാക്കി, നമ്മൾ മുനിസിപ്പൽ ചെയർമാനായ കാലം ഒരുപാട് വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വികസനം സ്തംഭിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ പുതിയതൊന്നും വരുന്നില്ല. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. ഒരു ബോർഡ് വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ മഞ്ചേരിയിലുണ്ടായിരുന്ന താലൂക്ക് ആശുപത്രിൻ്റെ മുമ്പിൽ മെഡിക്കൽ കോളേജിൽ നിന്നൊരു ബോർഡ് വെച്ചു, 2 ഡോക്ടർമാരെയും വെച്ചു. വേറുള്ളതൊക്കെ അവർക്ക് ശേഷം പിന്നെ വന്ന് ഗവൺമെൻറ് ചെയ്തതാണ്. ഇപ്പോൾ കെട്ടിടം നടക്കുന്നുണ്ട്, അവിടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഒരുപാട് അധ്യാപകരെ നിയമിച്ചു. ആദ്യം ആ ബോർഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെന്ന് പറയാനുള്ള ബോർഡ് മാത്രം. അവിടുത്തെ വ്യത്യാസപ്പെട്ടു. ഇപ്പോൾ നല്ല 1ാം ക്ലാസ് നിലവാരത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് ഞാനൊക്കെ. സ്ഥാനങ്ങൾ ഔദ്യോഗികമായി മാറിയിട്ടുണ്ടെങ്കിലും പൊതു രംഗത്തുള്ള പല പ്രവർത്തനങ്ങളിലും ഞാനിപ്പോഴും പങ്കുണ്ട്. മാപ്പിള കലാ അക്കാദമിയിലുണ്ട്, അതിൻ്റെ പ്രചരണത്തിലുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാനും പഴയ പാട്ടുകളുടെ ട്യൂൺ എടുത്തു കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ നിലക്കുള്ള ബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട്. പിന്നെ പാർട്ടിയുടെ പല പരിപാടിയും, ഇപ്പോൾ സദസ്സ് വന്നില്ലേ, അതിൽ ഞാനാണ് നമ്മുടെ അധ്യക്ഷൻ. അതിൽ സജീവമായി പങ്കെടുത്തിരുന്നു, സംഘടിപ്പിക്കാനും പ്രവർത്തിക്കാനും. ഇവിടെ നമുക്ക് MLA മാരില്ല, മറ്റവരും ബഹിഷ്കരിച്ചും ചെയ്തല്ലോ. അപ്പോൾ ex-MLA, ex-MP, ex-മന്ത്രി എന്ന നിലയ്ക്ക് ഞാനാണ് പോയി അധ്യക്ഷനായത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സജീവമായിട്ട് സഹായിക്കുന്നുണ്ട് പാർട്ടിയിൽ. മാപ്പിള കലാ അക്കാദമി, സ്പോർട്സ് കൗൺസിൽ, പാർട്ടിയുടെ മറ്റ് സഹായങ്ങൾ, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നു. എങ്കിലും പണ്ടത്തെ പോലെ പ്രവർത്തിക്കണം എന്നാണ് മനസ്സിലെ ആഗ്രഹം. അതിപ്പോൾ ഞങ്ങളെ തീരുമാനപ്രകാരം അങ്ങനെ ഇല്ല. ഈ റിട്ടയർ ചെയ്യുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന്, ഞങ്ങൾ ആരോഗ്യത്തിന് കൂടുതൽ റെസ്റ്റ് എടുക്കാൻ. 2, പുതിയ തലമുറക്ക് കയറി വരാൻ. നമ്മളവിടെ തന്നെ അടഞ്ഞിരുന്നാൽ പിന്നെ പുതിയത് വരുമോ? അപ്പോൾ പുതിയ കുട്ടികൾ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡൻറ്റ്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറൊക്കെ വരുന്നില്ലേ? അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്നത്. സമകാലിക രാഷ്ട്രീയം നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടതാണ്. ഇന്ത്യൻ രാഷ്ട്രീയക്കാർ രാജകീയ ഭരണത്തിലും വിദേശാധിപത്യത്തിലും എല്ലാം അതിൽ നിന്നൊക്കെ മോചനം നേടി 1947 മുതൽക്കാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വതന്ത്ര രാജ്യത്തിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായിരുന്നു നമ്മളൊക്കെ മുമ്പിലുണ്ടായിരുന്നത്. അതാണ് ഞങ്ങളൊക്കെ ആവേശത്തോടു കൂടി രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചത്. ഒന്ന് ജനാധിപത്യം, മറ്റൊന്ന് മതേതരത്വം, മറ്റൊന്ന് സാമൂഹ്യവൽക്കരണം, സോഷ്യോളജി, സോഷ്യലിസം. ഇതിലേക്കുള്ളൊരു പ്രയാണമായിരുന്നു. അത് കെട്ടിപ്പടുക്കലും ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. അതിൽ ആവേശം കൊണ്ട പ്രവർത്തകനായിരുന്നു ഞങ്ങളൊക്കെ. ഇന്നിപ്പോൾ അതിനൊക്കെ ദോഷം പറ്റുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസ് കാലാന്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആഭ്യന്തര കലഹങ്ങളെ കൊണ്ടും തെറ്റായ സമീപനങ്ങളും ജീർണിച്ച് മുടിഞ്ഞ് പൊളിഞ്ഞ് തികർന്ന് പോയതുകൊണ്ടാണ് ഇവിടെ പ്രതിലോമ ശക്തികൾ അധികാരത്തിലേക്ക് വന്നത്. കോൺഗ്രസ് മര്യാദക്കാണെങ്കിൽ പോകില്ലായിരുന്നു. കോൺഗ്രസ് കുടുങ്ങുമ്പോൾ ഞങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇടതുപക്ഷക്കാരും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ സഹായിച്ചാലും നന്നാവാത്ത രീതിയിലാണ് പോയത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, വീണ്ടും പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ 3 ആശയങ്ങളെയും തകർക്കുന്ന രാഷ്ട്രീയ വീക്ഷണമുള്ള BJP അധികാരത്തിൽ വന്നു. അവർക്ക് ജനാധിപത്യമില്ല, അവർക്ക് BJP ആധിപത്യമാണ്. പഴയ സവർണ മേധാവിത്വത്തിൻ്റെ ചാതുർവർണ്ണ ഭരണ സമ്പ്രദായത്തിൻ്റെ പ്രവാചകന്മാരാണ് അവർ. അത് പുനഃസ്ഥാപിക്കലാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ മതേതരത്വം നഷ്ടപ്പെട്ടു പോകും. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും ഭരണത്തിൽ പ്രത്യേകത ഇല്ലാത്ത രാഷ്ട്രം എന്നാണ് അർത്ഥം. മതം ഇല്ലാത്ത രാഷ്ട്രം എന്നല്ല, മതം ആവാം, പക്ഷേ ഭരണത്തിൽ ആർക്കും ഒരു പ്രത്യേകത ഇല്ല. ഇപ്പോൾ പ്രത്യേകത ഉണ്ടല്ലോ, കൊല്ലണം അവനെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പം മതരാഷ്ട്രീയം പുനഃസ്ഥാപിച്ചു, സാമ്പത്തിക നയം ഇടിച്ചു തകർത്തു. പിന്നെ ജനാധിപത്യം ഇനി തിരിച്ചു വരുന്ന മാതിരിയല്ല പോക്ക്. ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട 3 നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ഒന്ന് ഇന്ത്യൻ പിനൽ കോഡ്,
ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ തെളിവ് നിയമം, എവിഡൻസ് ആക്ട്, ഇത് മൂന്നും അലകും പൊടിയും മാറ്റി ഭേദഗതി ചെയ്തു അവർ. അത് ഭേദഗതി ചെയ്ത് പാർലമെൻറ്റിൽ എടുക്കാൻ വേണ്ടി ചെയ്തത് എന്താ, 165 പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്തു. ചില്ലറ കാര്യം പറഞ്ഞ്. പാർലമെൻറ്റിൽ ഞാനും ഇരുന്നതാണ്. ഗവൺമെൻറ്റിനെ എതിർക്കും, മുദ്രാവാക്യം വിളിക്കും, ചിലപ്പോൾ പ്ലാക്കാർഡ് ഉയർത്തും, പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യും. അതിന് മന്ത്രി മെമ്പർഷിപ്പ് നഷ്ടപ്പെടുത്താറില്ല. അങ്ങനെ പ്രകടനം നടത്തുന്നതിനും പ്രതിഷേധം സഭയിൽ കാണിക്കുന്നതിനും മെമ്പർഷിപ്പ് നഷ്ടപ്പെടുത്തൂല. പാർലമെൻറ്റ് മെമ്പർ ആവണേ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്, ഇവർ നോമിനേറ്റ് ചെയ്തതല്ല. ആ മെമ്പർഷിപ്പാണ് 165 ആളുകൾ ഇത് സസ്പെൻഡ് ചെയ്ത്. എന്നിട്ട് ഈ 3 നിയമം പാസ്സാക്കിയെടുത്തു. അതോടുകൂടി ജനാധിപത്യം പോയി എന്ന് ഉറപ്പായല്ലോ. ജനങ്ങളുടെ ഹിതമല്ല വരുന്നത്, ഭരണാധികാരിയുടെ ഹിതമാണ്. അത് വർഗീയ രാഷ്ട്രീയം സ്ഥാപിക്കുന്നും പറയുന്നു. ജനാധിപത്യവും വർഗീയം. പിന്നെ ഈ മേധാവിത്വത്തിന് എന്ത് സോഷ്യലിസം? ആ വീക്ഷണമൊന്നും അവർക്കില്ല. അതിനെപ്പറ്റി സംസാരിക്കണമില്ലല്ലോ അവർ. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഈവൻ വിമാനത്താവളവും ട്രെയിനും ഇതൊക്കെ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ ദേശവൽക്കരിച്ച് ഗവൺമെൻറ് ഉടമയിലേക്ക് കൊണ്ടുവന്നതാണ്. വിമാനത്താവളങ്ങൾ, വിമാനങ്ങൾ എല്ലാം പ്രൈവറ്റുകാരെ അനുവദിച്ചു എന്നല്ലാതെ അവർക്ക് കുത്തകയില്ല. പ്രൈവറ്റ് വിമാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഭൂരിപക്ഷം ശക്തിയും മുടുക്കും നിയന്ത്രണവും ഗവൺമെൻറ്റിനാണ്. അത് റെയിൽവേയിലും അങ്ങനെ തന്നെ, ഇന്ത്യൻ റെയിൽവേസ് അതാണ്. അതുപോലെയുള്ള പല സ്ഥാപനങ്ങളും മുതലാളിമാർക്ക് വിറ്റ് കാശാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ. ടാറ്റ, ബിർള, ദാൽമിയ, മുണ്ട്ര എന്നൊക്കെ പറഞ്ഞ മുതലാളിമാരില്ലേ, അവരുടെ കയ്യിലാണിപ്പോൾ ഭരണം. സാമ്പത്തിക ഭരണം അവരാ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആനുകാലിക രാഷ്ട്രീയത്തിൽ വളരെ സങ്കടവും നിരാശയുമുണ്ട്. ഇതൊരു കോൺഗ്രസിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് വീണ്ടെടുക്കാൻ കഴിയുന്നുള്ള അഭിപ്രായവും എനിക്കില്ല. ഈ BJP ചെയ്യുന്ന അക്രമത്തിനെ എതിർക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയാൽ ചിലപ്പോൾ വിജയം കാണും. അതല്ലാതെ കോൺഗ്രസ് ഇപ്പം തന്നെ പകുതി ആളുകൾ വിട്ട് BJP പോയി, പകുതി ആൾ പുറത്ത് പോയി. പിന്നെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പിരാന്തും കാട്ടി നടക്കുക എന്നല്ലാതെ ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല. അവർക്കിത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തിയില്ല. ഇന്ദിരാഗാന്ധിൻ്റെ കാലത്തോടു കൂടി ആ കാലം പോയി. ബാക്കിയൊക്കെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇത്ര കാലം നിന്ന ആളുകൾ ഈ ധർമ്മങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള നിരാശയിലും സങ്കടത്തിലുമാണ്. പുതുതലമുറ ഈ സജീവ രാഷ്ട്രീയ സംഭവങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ശരിക്കും അപഗ്രഥനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി നിലപാടെടുത്തില്ലെങ്കിൽ രാജ്യം തകർന്നു പോകും. യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിവെപ്പിക്കാനും എളുപ്പമുണ്ടല്ലോ. അതിനുള്ള എല്ലാ മതവികാരം ഇളക്കി വിടുക, മറ്റു ചില താല്പര്യങ്ങൾ ഇതാക്കുക, മറ്റേ യാഥാസ്ഥികത്വമാണെന്ന് തന്നെ തള്ളിക്കളയുക. ആ ഒരു നിലവാരത്തിൽ പിന്നെ പുറകോട്ട് പോയാൽ യുവതലമുറ തീർന്ന സംഗതിയാണ് തീർന്നല്ലോ. യുവതലമുറയിലാണല്ലോ നമ്മളൊക്കെ പ്രതീക്ഷ. അവരെ നേരെയായിട്ട് വളർത്തി കൊണ്ടുവരേണ്ടതാണ്. ഇതിലൊക്കെ പങ്കെടുക്കുക. അതാണിപ്പോൾ പുതുമുഖങ്ങൾക്ക് പാർട്ടിയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾ മാറി നിന്നിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒക്കെ. കോൺഗ്രസ്സിൽ മാറി നിൽക്കില്ല, മാറ്റി നിർത്തല, കാല് വാരി തള്ളിയിടും, എന്നാലേ പോവുള്ളൂ. ഞങ്ങളിൽ അങ്ങനെയല്ല, പാർട്ടി തീരുമാനിച്ചു പറ്റ മാറി. അപ്പം അതുകൊണ്ട് യുവതലമുറയാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ. അത് ശരിയായ വിധത്തിൽ വളർന്ന് വന്നില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടും, കഷ്ടപ്പെടും. ഒരു മതത്തിനും മറ്റൊരു മതത്തെ നശിപ്പിക്കാൻ കഴിയില്ല. ലോക ചരിത്രം അതാണ്. ഏതാണ് ശക്തിപ്പെടുക, ഏതാണ് വലുതാവുക എന്നുള്ളത് നമുക്ക് പറയാനും കഴിയില്ല. എല്ലാ മതങ്ങളും ദൈവികം തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരെയും ദൈവം അയച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലക്ക് ഒന്നിനെ കുറ്റം പറയരുത് എന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. ആര് പഠിപ്പിച്ചത്? മത നേതാക്കളിൽ നല്ലവരായിട്ടുള്ള ആളുകൾ പഠിപ്പിച്ചത്. എല്ലാ മതപ്രവാചകന്മാരെയും തുല്യമായിട്ട് കാണണമെന്നാണ്. മനസ്സിലായോ? ഓരോ രാജ്യത്തും ഓരോ പ്രവാചകന്മാരും ഓരോ തത്വശാസ്ത്രങ്ങളുണ്ട്. അതൊന്നും നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെത് അടിയറ വെക്കണമെന്നില്ല. അവരുടെ പ്രാർത്ഥനയും അവരുടെ ആരാധനയും അനുഷ്ഠാനങ്ങളും നമ്മൾ ബഹുമാന്യത്തോടു കൂടി അംഗീകരിക്കണം. തെറ്റുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യുക. അപ്പം ഇതാണ്
യുവതലമുറയുടെ പരാജയം രാജ്യത്തിൻ്റെ പരാജയമായിരിക്കും.